ബാർ മാനേജർക്ക് വെടിയേറ്റത് ഒരു എയർ പിസ്റ്റളിൽ നിന്നാണ്. ബാറിൽ അലമ്പുണ്ടാക്കിയത് ചോദ്യം ചെയ്തു എന്നതാണ് കുറ്റം. വെടിയേറ്റ ബാർ മാനേജർ രഘുനന്ദന്റെ വാരിയലിനാണ് പരിക്കേറ്റത്. പരിക്കെന്ന് പറഞ്ഞാൽ വാരിയല് തുളച്ചു കയറി പെല്ലറ്റെന്നർത്ഥം. ബാറിലെ സംഘർഷം പുത്തൻ കഥയല്ല, പതിവ് സംഭവവുമാണ്. കാവശ്ശേരി ചിത്രാപുരി ബാറിലെ തർക്കവും മാനേജ്മെന്റ് അത്തരത്തിൽ മാത്രമാണ് ആദ്യം കണ്ടത്. ബാറിലെ ക്ലോസിംഗ് സമയത്താണ് ബില്ലടയ്ക്കാൻ യുവാക്കളെത്തുന്നത്. ഭക്ഷണ വിതരണവും ജീവനക്കാരുടെ ഇടപെടലും പോരായ്മയായിരുന്നു എന്ന് പറഞ്ഞ് തർക്കമായി. പിന്നാലെ ബില്ല് അടയ്ക്കില്ല എന്നായി. തർക്കം പരിധി വിട്ടതോടെ യുവാക്കൾ കസേരയടക്കം തല്ലി തകർത്തു, ആക്രോശിച്ചു. പതിവ് രംഗങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമുള്ളതിനാൽ യുവാക്കളെ പിടികൂടിയ ജീവനക്കാർ കസേരയുടെ പണവും വാങ്ങി വിട്ടയച്ചു. എന്നാൽ യഥാർത്ഥ സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. വഴക്കിട്ട് പോയ യുവാക്കൾ സുഹൃത്തുക്കളുമായി തിരികെത്തി. ബാറിലെത്തി വീണ്ടും സംഘർഷമായി. പൊട്ടിയ കുപ്പിയുയർത്തിയും ഭീഷണി ആരംഭിച്ചതോടെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി ബാർ മാനേജർ രഘുനന്ദൻ എത്തി. ഇതിനിടയിലാണ് എയർ പിസ്റ്റൾ പുറത്തെടുത്ത് ഭീഷണി ആരംഭിച്ചത്. തർക്കത്തിനിടെ രഘുനന്ദൻ വെടിയേൽക്കുകയായിരുന്നു. വാരിയലിൽ പല്ലറ്റ് തുളച്ചു കയറിയ രഘുനന്ദനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ ആരോഗ്യനിലയിൽ നിലവിൽ തൃപ്തികരമാണ്. കഞ്ചിക്കോട് സ്വദേശികളായ അരുൺ, മനു, അജിത് കുമാർ, മനോജ് ഫ്രാൻസിസ് എന്നിവരെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന രാഹുലിനായുള്ള അന്വേഷണവും തുടരുകയാണ്. പ്രതികൾക്ക് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് സൂചന.